തീർച്ചയായും ഈ വാർത്തകൾ ജനങ്ങളുടെ മനസ്സിൽ ആശങ്ക നിറയ്ക്കും എന്നുള്ളതിൽ തർക്കമില്ല. പക്ഷെ ഈ SIT-യിലുണ്ടായ സംഭവത്തില് ശരിക്കും അവിടുത്തെ രേഖകളും ചികിത്സിച്ച ഡോക്ടർമാരുമായിട്ടും ഒക്കെ സംസാരിച്ചതിൽ നിന്ന് അവിടെ ഒരു ചികിത്സാ പിഴവ് ഉണ്ടായതായിട്ട് മനസ്സിലാവുന്നില്ല. അങ്ങനെ ഒരു നെഗ്ലിജൻസ് അവിടെ ഉണ്ടായിട്ടില്ല. കാരണം ഇദ്ദേഹം ശുക്രിയ വരുമ്പോൾ തന്നെ അതിനുള്ള ട്രീറ്റ്മെന്റ് MDIC-യിലേക്ക് മാറ്റുകയും മെഡിക്കൽ ബോർഡ് കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സമയാസമയത്തുള്ള ട്രീറ്റ്മെന്റ് കൊടുത്തു. ഇൻഫെക്ഷൻ കൺസിഡർ ചെയ്തു. അതിന് ആന്റിബയോട്ടിക്സിനൊക്കെ റെസ്പോണ്ട് ചെയ്യാതെ വന്നപ്പോൾ ഇമ്മ്യൂണോളജിക്കൽ കോസസും അവര് കൺസിഡർ ചെയ്ത് അതിനുള്ള ട്രീറ്റ്മെന്റും എല്ലാം കൊടുത്തിട്ടുണ്ട്. പക്ഷെ അതില് റെസ്പോൺസ് കിട്ടിയില്ല എന്നുള്ളത് നിർഭാഗ്യകരമായ കാര്യമാണ്. അപ്പൊ ഇതിലൊരു മെഡിക്കൽ നെഗ്ലിജൻസിന്റെ കാര്യം സമ്മതിക്കാൻ പറ്റില്ല. കാരണം ട്രീറ്റ്മെന്റ് എല്ലാം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷൻ ആണോ അല്ലയോ എന്നുള്ളത് ഇതിലിപ്പോ ഞങ്ങൾക്ക് മനസ്സിലാവുന്നത് ഒരു ഹോസ്പിറ്റൽ അക്വയർഡ് ഇൻഫെക്ഷന്റെ ഒരു ചാൻസ് അതിൽ കുറവാണെന്നുള്ളതാണ്. അതല്ല, അത് അന്വേഷണം നടത്തിയിട്ട് അന്വേഷണം നടത്തി ഇപ്പൊ ഹോസ്പിറ്റൽ അക്വയർഡ് ആണ് എന്ന് കാണുകയാണെങ്കിൽ അപ്പൊ അതിനുള്ള ഒരു ഉത്തരവാദിത്വം അത് ഡോക്ടർമാരുടെ പുറത്തല്ല വരേണ്ടത്. കാരണം ഡോക്ടർമാർ ചികിത്സ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പൊ ഈ ഇൻഫെക്ഷൻ വന്നിട്ടുണ്ടെങ്കിൽ അതിനുള്ള കാരണം എന്താണ്, അതായത് സംവിധാനത്തിലുള്ള എന്തൊക്കെ പ്രശ്നങ്ങൾ കാരണമാണ് ഇത് വരുന്നത്, അഡിക്വേറ്റ് ആയിട്ട് ക്ലീനിങ് സ്റ്റാഫ്, നഴ്സിംഗ് സ്റ്റാഫ്, ക്ലീൻ ചെയ്യാനുള്ള ഫെസിലിറ്റികൾ, മതിയായ മരുന്നുകളുണ്ടോ, സൗകര്യങ്ങളുണ്ടോ, അപ്പൊ ഇതൊക്കെ പരിശോധിച്ച് അതിൽ കുറ്റക്കാരായവർക്കെതിരെ നടപടിയെടുക്കുകയും അത് കൃത്യമായി അതിന്റെ ലഭ്യത, അതായത് സ്റ്റാഫിന്റെ ആയാലും മരുന്നുകളുടെ ആയാലും ക്ലീനിങ് സംവിധാനങ്ങളുടെ ആയാലും എല്ലാം ലഭ്യത ഉറപ്പുവരുത്തുകയും ചെയ്യേണ്ടതാണ്. അപ്പൊ ഇങ്ങനൊരു പ്രശ്നം വരുമ്പോ അതില് ഡോക്ടറുടെ മേൽ ഒരു ആരോപണം ഉന്നയിക്കുകയും ഡോക്ടറെ ക്രൂശിക്കുകയും ചെയ്യുമ്പോൾ അത് അവരുടെ മൊറലിനെ തകർക്കുകയാണ് ചെയ്യുന്നത്. ഇപ്പോ കംപ്ലീറ്റ് ആയിട്ട് ഇപ്പൊ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഉണ്ടാവുന്ന സംഭവങ്ങൾ വരുമ്പോൾ അവരുടെ മൊറലിനെ അത് കംപ്ലീറ്റ് ആയിട്ട് തകർക്കും. അപ്പൊ അത് ചികിത്സാ പിഴവ് ആണ് എന്നുള്ളത് ഞങ്ങൾ വിശ്വസിക്കുന്നില്ല. ഇതില് അന്വേഷണം നടക്കട്ടെ. ഇൻഫെക്ഷൻ എവിടെ നിന്നാണ് വന്നത് എന്താണെന്നുള്ളത് മനസ്സിലാക്കണം. ഇപ്പൊ അവസാനം കൾച്ചർ ചെയ്തതിൽ അസിനോബാക്ടർ എന്നാണ് പറഞ്ഞത്. അത് ഹോസ്പിറ്റലിൽ നിന്ന് മാത്രമല്ല വേറെ സോഴ്സസിൽ നിന്നും കിട്ടാവുന്ന ഒരു സൂക്ഷ്മാണുവാണ്. അപ്പൊ അത് അന്വേഷണത്തിലൂടെ നമുക്ക് കൃത്യമായി അറിയാൻ പറ്റുകയുള്ളൂ. അപ്പൊ അത് നടക്കട്ടെ. പക്ഷെ ഇതിനെക്കുറിച്ച് ഡോക്ടർമാരുടെ പ്രതിനിധി എന്നുള്ള നിലയിൽ എനിക്ക് ഇതാണ് പറയാനുള്ളത്. എന്ത് ഇഷ്യൂ വരുമ്പോഴും അതിനെ ചികിത്സാ പിഴവായി കണ്ട് ഡോക്ടർമാരെ ക്രൂശിക്കുന്നതിൽ അർത്ഥമില്ല. എന്താണ് ശരിയായ പ്രശ്നം എന്നുള്ളത് മനസ്സിലാക്കി അത് കറക്റ്റ് ചെയ്യാനുള്ള നടപടി എടുക്കണം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.